മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള സുധീറിന്റെ ചായക്കട ബുധനാഴ്ച പ്രവർത്തിച്ചത് ദുരന്തഭൂമിയായ വയനാടിന് വേണ്ടി. ഇഷ്ടമുള്ളത് കഴിക്കാം, ചായയും കുടിക്കാം, കയ്യിലുള്ളത് ഈ ബോക്സിൽ നിക്ഷേപിക്കുക എന്ന സന്ദേശവുമായാണ് വയനാടിന്റെ അതിജീവനത്തിനായി കട പ്രവർത്തിച്ചത്. ഇഷ്ടമുള്ളത് കഴിക്കാം, ചായയും കുടിക്കാം, കയ്യിലുള്ളത് ഈ ബോക്സിൽ നിക്ഷേപിക്കുക. മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള സുധീറിന്റെ കടയിൽ ഇപ്പോൾ വിൽപ്പന ഇങ്ങനെയാണ്. വയനാടിന്റെ അതിജീവനത്തിനായാണ് സുധീർ മാതൃകാപരമായി ഇങ്ങനെ വിൽപ്പന നടത്തുന്നത്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് തേങ്ങുമ്പോൾ അവർക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിലായിരുന്നു മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷന് പടിഞ്ഞാറ് ചായക്കച്ചവടം നടത്തുന്ന സുധീർ എലവൻസ് എന്ന സുധീർ. ചായക്കച്ചവടത്തിൽ നിന്നും ₹1 പോലും മിച്ചം വെക്കാൻ കഴിയാതെ കടബാധ്യതയിൽ നട്ടം തിരിയുന്ന ഈ 47-കാരൻ അവസാനം ഒന്ന് തീരുമാനിച്ചു: ഒരു ദിവസത്തെ വരുമാനം വയനാടിന്റെ കൈത്താങ്ങിനായി നീക്കിവെക്കുക. സുധീറിന്റെ കടയിൽ ചായയും ചെറുകടിയും വിറ്റ് കിട്ടുന്ന തുക വയനാടിന്റെ അതിജീവനത്തിനായി നൽകും. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ചായ, കാപ്പി എന്നിവയും ഉഴുന്നുവട, പരിപ്പുവട, ഏത്തയ്ക്കാപ്പൊരി, മുളക് ബജി തുടങ്ങിയവയും വാങ്ങുന്നവർ ഉദ്ദേശിക്കുന്ന തുക കടയിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം. രാത്രി 8 മണിക്ക് പൊതുജന സമക്ഷം അന്നത്തെ വരവ് എണ്ണി തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനാണ് സുധീറിന്റെ തീരുമാനം. പാവുക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും CPI മാന്നാർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ സുധീർ എലവൻസ് മുമ്പും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സുധീർ ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ വയനാടിന്റെ അതിജീവനത്തിനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്നൊരു പ്രവൃത്തി. കാര്യം ഇതിനു മുമ്പും 2018 വെള്ളപ്പൊക്ക സമയത്തും ഇതേപോലെ ഈ നാടിനെ രക്ഷിക്കാനും ചെങ്ങന്നൂരിനെ രക്ഷിക്കാനും ഇതുപോലെ മുന്നിട്ടിറങ്ങി. പൊതുജനങ്ങളുടെ കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഈ ഒരു പൊതുപ്രവർത്തനത്തിലൂടെ സുധീർ നമ്മളെ കാണിച്ചു തരുന്നത്. ഇത് വളരെ പ്രശംസനീയമാണ്. ആ സേവനം മഹത്തരം തന്നെയാണ്. എല്ലാ ആൾക്കാരെയും ഒരുമിപ്പിച്ച് ഒരു കുടക്കുയിൽ നിർത്തിക്കൊണ്ട് സ്വന്തം ചായക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. വളരെ സുഖമായ കാര്യമാണ്. അതിനകത്ത് ഈ നാട്ടിലെ പ്രമുഖരോടൊപ്പം നാട്ടിലെ എല്ലാ ജനങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് അണിചേരുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കൂ. വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ സഹായം ചെയ്യാൻ കഴിയാത്ത കാരണം എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സഹായം ചെയ്യണമെന്ന് കണ്ടാണ് ഇവിടെ ഈ ചായയുടെയും കടിയുടെയും മുഴുവൻ തുകയും കിട്ടുന്ന മുഴുവൻ തുകയും സംഭാവനയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ചെയ്യുവാൻ പ്രത്യേക കാരണമുണ്ട്. 2018 പ്രളയം എന്നെയും എൻ്റെ കുടുംബത്തെയും തകർത്തപ്പോൾ ഞാൻ അതിജീവനത്തിൻ്റെ പാതയിൽ വന്നത് ഇതേപോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മാത്രമല്ല സഹജീവികളോടുള്ള സ്നേഹം എന്ന് നിലനിർത്തുവാൻ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് എന്നും ആഗ്രഹിക്കുന്ന കാരണമാണ് ഈ പ്രവർത്തനം ചെയ്തത്. ഇതിൽ ഒത്തിരി പേര് എനിക്ക് ഈ ഉഴുന്ന് വാങ്ങിക്കുവാനും പാലിനും ഏത്തയ്ക്കായും ഒക്കെ ആയിട്ട് അങ്ങനെ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒത്തിരി പേര് ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സഹജീവികളോടെ നിങ്ങളെല്ലാവരും തന്നെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2018 മഹാപ്രളയകാലത്ത് പാണ്ടനാട്, ബുധനൂർ, മാന്നാർ പ്രദേശങ്ങളിൽ വള്ളവുമായി എത്തി നിരവധി പേർക്ക് രക്ഷകനായും ദുരിതബാധിതർക്ക് സഹായിയായും സുധീർ പ്രവർത്തിച്ചു. മുബീനയാണ് ഭാര്യ. അഫാഷ് എ സുധീർ, അഫിൻ എ സുധീർ എന്നിവർ മക്കളുമാണ്. സുധീറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ കുടുംബത്തിന്റെ സഹായവുമുണ്ട്. CDNet ന്യൂസ്, മാന്നാർ.